ശ്രീ ഷോൺ ജോർജ്, അതായത് കേരള എം പിമാരുടെ നിലപാടെന്തെന്നറിയാൻ കാത്തു നിൽക്കുകയാണ് മുനമ്പം ജനത. KCBC കൃത്യമായൊരു അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്, എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചിട്ടുമുണ്ട്. അത് ആവശ്യപ്പെട്ടിവർ കത്തും അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, കോൺഗ്രസ് എം പിമാർക്കും CPM എം പിമാർക്കും, അതായത് കേരളത്തിലെ 20 എം പിമാർക്കും. എന്താണ് പ്രതികരണം? ഇപ്പോ ആദ്യം തന്നെ വഖഫ് ബില്ലിനെ കുറിച്ച് പറയട്ടെ. ഇപ്പോ സംസാരിച്ച് നിർത്തിയെടുത്തും തുടങ്ങാം. ഇസ്ലാം സമൂഹത്തിന്റെയും അള്ളാഹയുടെ സ്വത്ത് എന്നാണ് വഖഫ് സ്വത്തിനെ പറയുന്നത്. ആ സ്വത്തിനെ സംരക്ഷിക്കപ്പെടണം. ആ സ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയുള്ള നിയമമാണ് വഖഫ് ഭേദഗതി. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ഇവിടുത്തെ ഇത്തരം സംഘടനകൾ തയ്യാറാകണം. കുത്തഴിഞ്ഞ സംവിധാനത്തിൽ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ പ്രസ്ഥാനത്തിന്, വഖഫ് ബോർഡിന് വരുമാനം വെറും 91 കോടി രൂപയാണ്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇസ്ലാം സമൂഹത്തിലെ നിർദ്ധരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ശരീഅത്ത് നിയമപ്രകാരം അല്ലെങ്കിൽ അള്ളാഹയുടെ നിയമപ്രകാരം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വഖഫ് ചെയ്ത് കൊടുക്കുന്ന ഈ സ്വത്തിനെ കാലാകാലങ്ങളായി മോഷ്ടിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഇതിന് കൃത്യമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി ഈ വഖഫ് ബോർഡിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു നിയമം മാത്രമല്ല, അത് ഇതര മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോ ബാധിക്കാത്ത ഒരു നിയമമായി ഇതിനെ മാറണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഇന്ത്യൻ ഭരണഘടനയുടെ മുകളിൽ ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കാൻ പറ്റില്ല. ഒരു മത നിയമങ്ങളും രാജ്യ നിയമങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ പാടില്ല. ഇത് ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ചില ന്യൂനപക്ഷ പീഡനങ്ങൾക്കുമായി കോൺഗ്രസ് സർക്കാർ 95-ലും 2013-ലുമായി നടത്തിയ വഖഫ് ഭേദഗതികൾ ഇവിടെ പൊളിച്ചെഴുതി അത് കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൃത്യമായ അക്കൗണ്ടബിലിറ്റിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു നിയമത്തെ എന്തിന് കോൺഗ്രസ് എതിർക്കണം? അത് ഈ ഏറ്റവും അവസാനമുണ്ടായ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഹൈക്കോടതിയിലെ ഉത്തരവ് വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഈ നിയമം വെച്ചുകൊണ്ട് മുനമ്പം ജനതയുടെ ഭൂമിയാണ് അതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് അത് വഖഫ് ബോർഡിലേക്ക് തന്നെ പോകും. അത് വഖഫ് ബോർഡിന് മാത്രമാണ് അധികാരമുള്ളത്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ്. അവർക്കൊരിക്കലും ഈ നിയമം ഇരുന്നുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് 10 മിനിറ്റ് കൊണ്ട് കോൺഗ്രസ് പരിഹരിക്കാമെന്ന് പറഞ്ഞ വിഷയം അത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. വഖഫ് നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാൻ കഴിയൂ എന്ന് സഭയ്ക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സഭ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായി നോക്കൂ, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ വകകൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈദ് സന്ദേശത്തിൽ പാളയം ഇമാം പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ അത് അനുകൂലിക്കുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ ഈ ആക്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. ആ ആക്ട് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ പ്രസ്താവന പറഞ്ഞ പാളയം ഇമാം നാളെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ മുനമ്പത്തടക്കം പ്രതിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുമുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കാതെ പോകുന്നതാണോ, മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? ഇത് BJP സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായും മുസ്ലിം വിരുദ്ധമായും ചിത്രീകരിച്ചില്ല എങ്കിൽ ഇവിടെ കുറെ പേർക്ക് ഉപജീവന മാർഗമില്ലാതായി പോകും. ഇവിടെ മോഡി വിരുദ്ധത കൊണ്ടും BJP വിരുദ്ധത കൊണ്ടും മാത്രം ഉപജീവനം കഴിക്കുന്ന കുറെ സംഘടനകൾക്കും കുറെ വിഘടനവാദ സംഘടനകൾക്കും കുറെ വിഘടനവാദ നേതാക്കന്മാർക്കും ഇവിടെ മോഡി വിരുദ്ധത പ്രചരിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി പോകും. അത് തന്നെയാണ് പ്രശ്നം. യെസ്, നന്ദി ഷോൺ പ്രതികരിച്ചതിന്.